സോയ ചങ്ക്സ് വെച്ച് നല്ലൊരു പെരട്ട് തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കനും ബീഫും വെച്ചിട്ടൊക്കെ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് സോയ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഒരു 1/4 കപ്പ് സോയ ചങ്ക്സ് നല്ലൊരു ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ പിഴിഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പൊടിക്കുന്ന സമയത്ത് പെരിഞ്ജീരകത്തിന് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തിട്ട് ഇതൊന്ന് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. അതൊരു മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രൈയിങ് പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബീഫൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാകും. ഇനി ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് പേസ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പേസ്റ്റ് പോലെ ആവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളം പിഴിഞ്ഞ് വെച്ച് നമ്മൾ സോയ ചങ്ക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലിത്തിരി ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ് ഇതിൽ നല്ലോണം മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഇടയ്ക്കിടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു കളറ് ഒരു ബ്ലാക്ക് കളറാകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എരിവ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ഭയങ്കര എരിവായി പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ ആയി വരുന്തോറും ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇങ്ങനെ മുരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിത് ബീഫിനേക്കാളും നല്ല രുചിയിൽ തന്നെ നമുക്ക് ഈ ഒരു സോയ ചങ്ക്സ് വെച്ചിട്ട് തയ്യാറാക്കാം. കുട്ടികൾക്ക് പോലും മനസ്സിലാവില്ല ബീഫാണെന്നോ സോയ ചങ്ക്സ് ആണെന്നോ എന്ന് കുട്ടികൾക്ക് പോലും ഇതൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ മീനൊന്നും ഇല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സോയ ചങ്ക്സ് വെച്ച് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറാകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്.